ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ മുഖത്ത് നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ കാണുന്നുണ്ടോ? അതായത് എൻ്റെ ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഞാൻ എണീക്കുന്നത്. ഈ വ്യൂ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് എനിക്ക് എൻ്റെ മോനെ കയ്യിൽ കിട്ടും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് എണീക്കുന്ന ദിവസമാണ് കേട്ടോ. അമ്മ രാവിലെ തന്നെ അല്ലുവിനെയും തുമ്പീനെയൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കി വൈശാറിൻ്റെ അടുത്ത് തലമുടി തോർത്താൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ അച്ഛനും മോളും കൂടെ കാര്യമായിട്ടുള്ള മുടി തുടയ്ക്കലാണ്. എല്ലാവർക്കും ഉള്ളിലൊരു സന്തോഷമുണ്ട് വാവേനന്ന് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ടെൻഷനാണ്. കാരണം ഓവർ എക്സ്പെക്റ്റേഷൻസ് എനിക്ക് എപ്പോഴും പണി തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മോനെ ഒന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ വട്ടായി പോകും. കാരണം നമ്മൾ ഈ ഡെലിവറീൻ്റെ പെയിനും കാര്യങ്ങളും മറക്കണത് എപ്പോഴും ആ കുഞ്ഞു മുഖം കാണുമ്പോഴാണ് അല്ലേ. അതായത് ഈ വാവയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും പെയിൻ അനുഭവിച്ചത് എന്നൊരു തോട്ട് നമുക്ക് വരും. പക്ഷേ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പെയിനൊക്കെ ഇരട്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ രണ്ട് തുക്കടക്കുട്ടികളുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ആവുന്നത് കണ്ടോ. തുമ്പി പുതിയതായിട്ട് പഠിച്ച സ്റ്റെപ്പാണ്. ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഇപ്പം ഫോണിലൊക്കെ നോക്കിയിട്ട് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് വന്ന് കാണിച്ചു തരും ഗൈസ്. ഇതാ അമ്മ ഞാൻ പുതിയ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ എൻ്റെ കുട്ടി. അല്ലും തുമ്പിയും ഇതുവരെ നമ്മുടെ വാവേനെ കണ്ടിട്ടില്ല. അതായത് ഒരു ഫോട്ടോയിൽ പോലും ഞാൻ കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അവരങ്ങനെ കാണണ്ട. അതായത് ഇപ്പോൾ ട്യൂബും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടും അങ്ങനെ NICUയിൽ നിന്നോ അങ്ങനെ ഒന്നും കാണണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ എല്ലാം ഓക്കെ ആയിട്ട് നമ്മളെ കയ്യിലേക്ക് കിട്ടുമ്പം അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് കൊടുക്കാം. അവർക്ക് മോൻ എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മ അതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ പോണത് NICUയിലേക്കാണ്. വാവയ്ക്ക് പാൽ കൊടുക്കണം. ഇപ്പോൾ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എനിക്ക് വലിയൊരു സമാധാനമാണ്. കാരണം ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അവന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ NICUയിലെത്തി. 2nd ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് 7th ഫ്ലോറിലാണ്. അങ്ങനെ കണ്ടോ ഏട്ടൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ഇല്ലാത്ത ഓട്ടമാണ്. ഏട്ടൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പോയിട്ട് റെസ്റ്റ് എടുക്കാം എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളെ ചെക്കൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അല്ലൂട്ടനും തുമ്പിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ അവനെല്ലാം എന്താ പറയുക കുറേ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഹെവി ഫുഡൊന്നും പറ്റില്ല. ഇവരൊക്കെ പൊറോട്ടയൊക്കെയാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് എന്തോ ലഘുഭക്ഷണമാണ്. എനിക്ക് പൊറോട്ടയൊന്നും കഴിക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. വൈശാഖനാണ് ഭയങ്കര ഒരു പൊറോട്ട ആൻഡ് ബിരിയാണി ഫാനാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ആര്യ നമ്മൾ ചെറുതിനെയും കൊണ്ട് വരുന്നത് കേട്ടോ. അവർ ഇന്നലെ അമ്മമ്മേൻ്റെ അടുത്തായിരുന്നല്ലോ. പിന്നെ ഇന്ന് രാവിലെ പാച്ചോച്ചൻ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അവർ വീട്ടിൽ പോയി ഉഷമ്മേനെയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി തന്നേ ചെക്കനെ. അങ്ങനെ ഓനെ കുറച്ച് നേരം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുക. മൂപ്പര് ഇങ്ങനെ ഉറങ്ങാനുള്ളൊരു പ്ലാനിലാന്ന് തോന്നുന്നു കേട്ടോ. ഇവർ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നേ. പിന്നെ ഇനിയിപ്പം ഇന്ന് പോവില്ല. ഇന്നിപ്പം വാവേനൊക്കെ കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. ഞാൻ ഓർക്കും പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ മാത്രം പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്ന്. ഞാൻ പക്ഷെ എന്നാലും മനസ്സിലൊരു 50-50 ചാൻസാണ് വെച്ചിരിക്കുന്നത്. അതായത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അങ്ങനെ തന്നെ വിചാരിക്കണം കേട്ടോ. ആനോടാ അങ്ങനെയൊക്കെ അല്ലൂട്ടൻ അവർ വന്നപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് പോവണ്ട അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ വയ്യാലെ കൂടിയിരിക്കുകയാണ്. ഇടയ്ക്ക് പോയി സ്വകാര്യമായിട്ടും ഇടയ്ക്ക് പോയിട്ട് ഉറക്കിയൊക്കെ പറയുന്ന കാര്യം തന്നെയാണ്. ഇവരിവിടെ കാഴ്ച കാണാതിരിക്കേണ്ട. ഇവരെന്തോ കഥ പറയാൻ കേട്ടോ. ഞാൻ ഇവർ കാഴ്ച കാണാൻ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം അവിടെ കിടന്ന് എപ്പോഴാണ് NICUന്ന് വിളി വരിക, എപ്പോഴാണ് കുഞ്ഞിനെ തരിക എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് സമയം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാറില്ലേ, അങ്ങനെ നിൽക്കുകയായിരുന്നേ നമ്മൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കിച്ചുപ്പം എന്താ നല്ല ഉറക്കമാണ് കേട്ടോ. ആ സമയത്താണ് വല്യമ്മയും വല്യച്ഛനും വന്നത്. ഇതാണ് അശ്വനീൻ്റെ അമ്മ കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ടല്ലോ അശ്വനീൻ്റെ അമ്മ എവിടെ പോയിന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അശ്വനി എന്താ വരാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വനിക്ക് ചെറിയൊരു പനി കിട്ടിയിട്ട് അപ്പോൾ വാവയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ എനിക്കൊക്കെ ഇൻഫെക്ഷനായ ബുദ്ധിമുട്ടല്ല, അതുകൊണ്ടാണ്. അപ്പോൾ വല്യച്ഛനും വല്യമ്മയും കൂടെ വന്നതാണ്. വന്ന് ഞങ്ങളെ കണ്ടവർ തിരിച്ചു പോവുകയാണ് കേട്ടോ.
മോനെ ആരും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അടുത്ത് പാലെടുക്കാൻ അങ്ങനെ പോണോണ്ട് എനിക്ക് ഫേസ് നല്ല ഓർമ്മയുണ്ട്. റീനമ്മയൊക്കെ ഫസ്റ്റ് കണ്ടത്, അതായത് ഡെലിവറി കഴിഞ്ഞ് അന്ന് ICUവിൽ കയറ്റിയില്ലേ, NICUവിൽ കയറ്റിയില്ലേ, അപ്പോൾ ആ സമയത്ത് കണ്ടതായതുകൊണ്ട് തന്നെ കുറേ മെഷീൻസും ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയ്ക്കാണ് മോനെ കണ്ടത്. പിന്നെ ഈ ജനിച്ച പാടെ തന്നെ കുട്ടികൾ ഉള്ള ഒരു നീര് വെച്ചൊരു ശരീരപ്രകൃതം ആയിരിക്കുമല്ലോ, ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നീരൊക്കെ വലിഞ്ഞ് ശരിക്കും ഒരു ഷേപ്പിലേക്ക് വരിക 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് അമ്മ കാണുമ്പോൾ ശരിക്കും തുമ്പീനെ പോലെ ആയിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഉഷമ്മയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു പക്ക അല്ലൂട്ടൻ്റെ ഫീച്ചറാണ് മോന് എന്നാണ് ഉഷമ്മേൻ്റെ ഒക്കെ ഒരു ഇത് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയത് 2 പേരുടെയും ഫീച്ചേഴ്സ് ഉണ്ട്, എന്നാലും കൂടുതൽ വൈശാഖേട്ടൻ അല്ലു അവരുടെ ആ ഒരു ഫേസ് കട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എന്നിട്ട് പറ കേട്ടോ ആരെ പോലെ ഉണ്ട് എന്നുള്ളത്. ഓള് ഞാൻ നിന്നോട് പറയാം, വാവ വന്നാൽ ഞാൻ ഇത്തിരി നീങ്ങിത്തരാം അമ്മേ, ഇന്ന് നടുക്ക് കിടത്തിയാതി എന്തേ വാവേ. ഓളെ ഞാഞ്ഞൂഞ്ഞ കൊടുക്കും. അല്ലൂസ് കുളിപ്പിക്കുന്നു എന്നോടാണ് എൻ്റെ പിന്നീട് ചേച്ചിയും ചേട്ടനും കൂടെ അനിയനെ അങ്ങോട്ട് കള്ളിപ്പിക്കൽ അങ്ങോട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിൽ ഒരു ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പറയാം 2 ദിവസം കഴിഞ്ഞ് ഞാൻ പോകും നിങ്ങൾക്ക് വിചാരിക്കുക. അവനെ ഇവർ രണ്ടുപേരും നല്ലോണം ശ്രദ്ധിക്കണേ, കാരണം ചെറുതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഇതാ ചെറുതിനടുത്ത് കുറേ നേരം വർത്താനം പറയാം. ഓനോട് ഇങ്ങനെ വർത്താനം പറയണ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓനും തിരിച്ചെന്തൊക്കെയോ മൂളുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ചേച്ചീനെയും ചേട്ടനെയും കുട്ടിക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നു, കാര്യമായിട്ട് നോക്കണൊക്കെ ഉണ്ട്. തുമ്പമ്മ എത്ര ഉമ്മയാ കൊടുത്തതെന്ന് അറിയാം, അതിന് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നേ. അതിന് ഇവൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും കേട്ടോ, കാരണം തുമ്പി ഇതുവരെ കണ്ടിട്ടില്ല. തുമ്പി ഫസ്റ്റ് ടൈം കാണുന്നത് ഇപ്പോഴാണല്ലോ. അല്ലൂട്ടം പിന്നെ 28-ന് പോയിട്ടെങ്കിലും അല്ല 56-ന് പോയിട്ടെങ്കിലും കണ്ടിട്ടുണ്ട് കിച്ചുവിനെ. എന്നിട്ട് അങ്ങനെ വന്ന് തുമ്പീനെ കൊതിപ്പിക്കും. അതായത് ഞാൻ എടുത്തു, അപ്പുമാമൻ്റെ മടിയിൽ വെച്ചെന്നു, ഞാൻ ഒറ്റയ്ക്ക് എടുത്തു, കുറച്ച് തള്ളുണ്ടല്ലോ, അതൊക്കെ കൂടെ ഇങ്ങനെ തുമ്പീനോട് പറയുമ്പോൾ തുമ്പിക്ക് ആകെ ഒരു സങ്കടമായിരുന്നു, കാരണം തുമ്പി കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല, അതൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷമായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വാവേനെ ഒരു ടെസ്റ്റിന് കൊണ്ടുപോകാനുണ്ടായിരുന്നേ. അപ്പോൾ റീനമ്മയാണ് പോണത്. വൈശാട്ടൻ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിമുക്ക് അവിടേക്ക് പോയിരിക്കുകയാണ് കേട്ടോ, കാരണം അമ്മമ്മയുടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ ഞാൻ NICUവിലാക്കി കൊടുക്കാൻ വേണ്ടി പോകാം, കാരണം അമ്മ വൈശാട്ടനാണ് എപ്പോഴും എൻ്റെ കൂടെ NICUവിലേക്ക് വരിക. ഇതിലാണ് വേറെ ലിഫ്റ്റിൽ കൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് ഡൗട്ടാവും, അതുകൊണ്ട് ഞാനൊന്ന് കൂടെ പോയിട്ട് അവിടെ ആക്കി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടേക്ക് പോവാണ്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷം എന്താ വെച്ചാൽ ഇപ്പോൾ ചെറുതിനെ കയ്യിലേക്ക് കിട്ടുമല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. അങ്ങനെ അപ്പോൾ അമ്മേനെ അവിടെ ആക്കി കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറിയ സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു കേട്ടോ. അവിടെ സ്റ്റാഫാണ് ആൾ. അപ്പോൾ അവർ പിന്നെ ഡെലിവറി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടോ, വയറ് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞില്ലാന്ന്. അങ്ങനെ ഓരോരുത്തൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അപ്പം എന്നോടൊക്കെ എന്താ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുന്നത്, കാരണം സിസേറിയൻ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അമ്മേനെ ഇവിടെ ആക്കി കൊടുക്കാൻ വന്നതാണെന്ന്. അങ്ങനെ തിരിച്ചൊക്കെ വന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡും പിന്നെ അപ്പു വരുമ്പം പുട്ട്, പാർട്സിൻ്റെ കറി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. നമ്മളാണെങ്കിൽ വാവേൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ, കാരണം സെറ്റാണെങ്കിൽ നമുക്കിന്ന് വാവേനെ കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ കിച്ചുട്ടൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത്, പിന്നെ അല്ലൂട്ടനും തുമ്പിക്കൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത്, കാരണം ഞങ്ങൾ ആദ്യം അല്ലുവിനും തുമ്പിയും വാവേനെ റിസീവ് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സ് ഇടണം എന്നൊക്കെയുള്ള വലിയ പ്ലാനിങ്ങൊക്കെ ആയിട്ട് വന്നിട്ട് അന്നൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ വൈശാഖേട്ടൻ ആ പച്ച ഷർട്ട് എന്താ പറയുക മടുത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അന്ന് പച്ച ഷർട്ടും ഒക്കെ ഞാൻ ഇതിടണം അതിടണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെയൊക്കെ നിന്നിട്ടേ അന്നൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഷർട്ടിലൊന്നും ഒരു കാര്യമില്ല, ഈ ഷർട്ടിൻ്റെ മതി എന്ന്. ഏട്ടൻ അതന്നെ ഇട്ടു. ഞാൻ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും വാവേനെ കയ്യിൽ കിട്ടിയാൽ മതി, ഏത് ഡ്രസ്സായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അല്ലുവിനും തുമ്പിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് അവർക്ക് മുട്ടിയൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റാക്കി നിർത്തി. ഞാൻ ആദ്യം വന്നു, വാവയ്ക്ക് പാല് കൊടുത്തിട്ട് നമുക്ക് റിസീവ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ NICUവിൽ കയറി പാല് കൊടുത്തു. ഐശാട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ റാപ്പ് ചെയ്തിട്ട് തരാം, നിങ്ങൾ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈശാട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുക. എത്ര ദിവസത്തെ കാത്തിരിപ്പാണെന്നറിയോ, NICUവിൽ പോവുക വരിക, ടെൻഷൻ അടിച്ച് അവസാനം നമ്മുടെ ബേബീനെ നമ്മൾ റിസീവ് ചെയ്യാൻ പോവാണ് കേസ്. അപ്പോൾ അത്രയ്ക്കും ഈ സന്തോഷം എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എത്രയോ കാലം ഈ NICU കാണുമ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു. ഇന്നാണ് NICUവിലേക്ക് നോക്കിയത് സന്തോഷത്തോടു കൂടി നോക്കി കാണുന്നത്. അങ്ങനെ അപ്പൂനും ആയിരിക്കും എന്തായാലും ഭാഗ്യമുണ്ടായി. ഒരു വന്ന ദിവസം തന്നെ വാവേനെ കയ്യിൽ കിട്ടി. ഉഷമ്മ ഇല്ല, പാച്ചോച്ചനില്ല, കല്യാണീൻ്റെ വീട്ടിലാണ് കേട്ടോ. ഹേസുവിനെയും കൊണ്ട് പോയിട്ടുണ്ട് ഓളെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനോടനുബന്ധിച്ച്. അപ്പോൾ ആരുമില്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചൊരു കാര്യം ദൈവം നടത്തി തരുമ്പോൾ ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ അറിഞ്ഞു കേട്ടോ. ഏട്ടൻ
മോനെ ഏറ്റവും വാങ്ങിയ ആ ഒരു സമയത്തുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ണൊക്കെ നിറഞ്ഞ് എങ്ങനെ എനിക്കത് ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാവ. നിങ്ങൾ കുറേ പേര് കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനെ കാണിക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാതിരിക്കില്ല. കാരണം നേരിട്ട് കാണാത്ത എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവരാണ് നിങ്ങളില്ലേ. അപ്പോൾ എൻ്റെ കുട്ടീനെ നിങ്ങൾ കണ്ടെന്ന് വെച്ചിട്ട് അതിനൊന്നും വരാൻ പോണില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ വാവ. അയ്യോ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല ഈ ഒരു മൊമെൻറ്റിൽ. പിന്നെ റീനമ്മ മക്കളെ കയ്യിലേക്ക് വെച്ച് നോക്കിയാൽ 2 മക്കളും 2 സൈഡിൽ നിന്നും കയ്യിൽ നീട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ലോകം വെട്ടിപ്പിടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളെ മക്കൾ എന്ന് പറയുന്നതിനോളം വലിയൊരു സമ്പത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ അല്ലേ. അപ്പം എൻ്റെ 3 മക്കളും ഇതാ ഒരു ഫ്രെയിമിൽ നിൽക്കുകയാണ്, അതും വൈശാഖേട്ടൻ കൂടെ. ഇതിൽ പറയാൻ എനിക്ക് എന്ത് സന്തോഷമാണ്. പിന്നെ അതാ അപ്പു പറഞ്ഞ് അടുത്ത ഞാൻ പറഞ്ഞു വേഗം എടുത്തിട്ടോ. അപ്പം അപ്പുമാമൻ അല്ലൂനെയും തുമ്പീനെയും ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ ചെറുതിൻ്റെ വാങ്ങിക്കാൻ നേരത്തെ അവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കറക്റ്റ് ടൈമിന് ഓന് വരാൻ പറ്റി. അപ്പോൾ ആ ഭാഗ്യം അപ്പനും ആയിരിക്കാനുണ്ടായത്. അങ്ങനെ കിച്ചു ചേട്ടൻ ഇതാ വാവേനെ ആദ്യമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ചെക്കൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ 2 പേരും തമ്മിൽ കുറഞ്ഞൊരു വ്യത്യാസമാണല്ലേ ഉള്ളൂ, മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ അതാ അവൻ്റെ അടുത്ത് ഞാനൊന്ന് വാങ്ങി. ഞാൻ അല്ലെങ്കിലും പാലെടുക്കാൻ പോകുമ്പോൾ എടുക്കാറുണ്ട്. എന്നാലും ഇത് വേറൊരു ഫീൽ തന്നെയല്ലേ അല്ലേ. അങ്ങനെ ഞാനും എടുത്തിട്ടാ. അപ്പം നമ്മളെ കുഞ്ഞാവൻ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താണ് എനിക്കിപ്പോൾ പറയേണ്ടതെന്ന് അറിയില്ല. എത്രയും ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷ നിമിഷമാണിത്. ഈ സമയത്ത് ഉഷമ്മയും പാച്ചനും കല്യാണിയും ഹെയ്സും കട്ടയ്ക്ക് പിന്നെ എന്തായാലും കട്ട പോയി അവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇവരെല്ലാവരും വേണ്ടി അശ്വനിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സന്തോഷമായേനല്ലേ. പക്ഷേ അവർക്ക് തീരെ വരാൻ പറ്റാത്ത സാഹചര്യമായി പോയിട്ടോ. കല്യാണിയുടെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ അവിടേക്ക് പോയി. ഇന്ന് വാവൻ എന്ന് കിട്ടും എന്നുള്ളൊരു കൺഫർമേഷനും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കാർക്കും വരാൻ പറ്റിയില്ല. അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പി ആയേനെ. അപ്പോൾ എന്തായാലും ഇല്ലാത്തതിൽ നമ്മൾ സങ്കടപ്പെട്ടൊരു കാര്യമില്ല, ഉള്ളതിൽ സന്തോഷിക്കുക. അപ്പോൾ വാവേനെ കിട്ടിയതിൽ തന്നെ വലിയ സന്തോഷം. ഇനി നമുക്ക് വേഗം റൂമിലേക്ക് പോകാം കേട്ടോ. ഇനി ഞാൻ NICൻ്റെ മുൻപിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേഗം റൂമിലേക്ക് പോവാണ്. അങ്ങനെ ചെറുത് ആര്യമാമീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും അപ്പു ആരെയും ഈ ഒരു ഭാഗ്യം പ്രതീക്ഷിച്ചിട്ടും ഇല്ല കേട്ടോ. കാരണം അവർ വരാൻ വന്നു. പക്ഷേ വാവേനെ കാണാൻ കഴിയോടി, പുറത്തുനിന്നെങ്കിലും NICന് പുറത്തുനിന്നെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഞങ്ങളും അറിയണില്ല. അപ്പോൾ ഇവർ വരുന്നതും നമ്മൾ അറിയുന്നില്ലല്ലോ, സർപ്രൈസ് ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ അങ്ങോട്ട് എന്താ പറയുക, ഒരു സമയത്തേക്ക് എല്ലാം കൂടെ സെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അല്ലൂട്ടനെ പോലെ തന്നെയടി എന്നാണ് അപ്പു പറഞ്ഞുകൊണ്ടിരിക്കണത്. കാരണം അല്ലുവിനെ ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഫുള്ള് കാര്യം ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പുവാണ് കേട്ടോ. കാരണം ആ കൊറോണേൻ്റെ ടൈമാണ്. അപ്പോൾ പുറത്ത് എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അല്ലുവിൻ്റെ A to Z കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇങ്ങനെതാ ഇപ്പോൾ കിച്ചുവിനെ കൊണ്ടുനടക്കില്ലേ, ഇതുപോലെ തന്നെ അല്ലുവിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അയ്യോ അല്ലു എന്നെ വേറെ ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല, അല്ലു എന്നെ പക്ക. എനിക്ക് അല്ലുവിനെയും വൈശാഖിനെയും പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഓന ജനിച്ച പാടും മുഖമൊക്കെ കണ്ടപ്പം തുമ്പമ്മേൻ്റെ എവിടേക്കോ ഒരു കട്ടിങ് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളെ ചെക്കൻ നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. വലിയ ഡുണ്ടുമണി ഒന്നല്ല കേട്ടോ, തുമ്പമ്മയാണ് ഇവരെ കൂട്ടത്തിൽ ഡുണ്ടുമണി ഉണ്ടായിരുന്നത്. തുമ്പമ്മ 4 kg അടുത്തുണ്ടായിരുന്നു, 3.7. അപ്പം കണ്ടാൽ പറയുമോ പാറ്റക്കുട്ടിയല്ലേ. പക്ഷെ അല്ലും ഇവനും സെയിം വെയ്റ്റ്, സെയിം ഹൈറ്റ്, എല്ലാം ഒരുപോലെ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ. ഞാൻ ഇവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചപ്പോൾ ശരിക്കും ഞാനത് ഞെട്ടിപ്പോയി. ഇവന് എൻ്റെ അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് വാവയ്ക്ക്, B- കേട്ടോ. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര വണ്ടറടിച്ചു പോയി. കിച്ചുട്ടനും അതേ ബ്ലഡ് ഗ്രൂപ്പാണ്. അതായത് നമ്മുടെ ഈ കുഞ്ഞാവയും കിച്ചുവും എൻ്റെ അച്ഛനും 3 പേരും B- ബ്ലഡ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കണക്ഷനും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ഇമോഷണലി എവിടേക്കൊക്കെയോ ടച്ച് ആവുക എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ചെറുതിനെ അങ്ങോട്ട് കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും എല്ലാവർക്കും സത്യം പറയുകയാണെങ്കിൽ മരുഭൂമിയിലൊരു മഴ പെയ്യാന്നൊക്കെ ഉണ്ടാവില്ലേ, ആ അവസ്ഥയാണ് കേട്ടോ. ശരിക്കും NICU എന്താണെന്നും നമ്മൾ ജനിച്ച പാടും കുഞ്ഞിനെ അതിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്താണെന്നും ശരിക്കും മനസ്സിലായി. നമ്മുടെ കിച്ചപ്പൻ അപ്പോഴത്തേക്കും വേഗത എണീറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓൻ്റെ അനിയനെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ.
സുണ്ടരമണി ഇത് അവിടെ കിടന്ന് കരയാണ്. അപ്പം ഓനെ എടുത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ട് കിടത്തട്ടെ, ആദ്യം ചെറുതിനെ ഇവിടെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ബെഡിൽ കിടത്തിയിട്ട് നെറ്റ് പൊക്കുന്നതായിരിക്കും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലത് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. കാരണം തുമ്പമ്മ ഇതിൽ കൂടി എടുക്കണം, എന്ത് ചെയ്ത് കൊടുക്കണം, ചേച്ചിയമ്മ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെക്കനെ നമ്മളിതാ പൊതിഞ്ഞൊക്കെ കിടത്തിയിട്ടുണ്ട്. പക്ഷേ മൂപ്പർക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണതൊന്നും, റാപ്പ് ചെയ്യണത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ കയ്യിൽ മിറ്റൻസും ഒക്കെ ഇടണം, പക്ഷേ അതൊന്നും ഇഷ്ടമല്ല മൂപ്പർക്ക്. പക്ഷെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കിടത്തി. തുമ്പി കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങളൊന്നും ഓൾ വിചാരിച്ച പോലെ നടക്കണില്ല എന്ന് കണ്ടപ്പം മുപ്പത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇവൻ ഉറങ്ങല്ലേ എന്നാൽ മറ്റവനുണ്ടല്ലോ എന്ന്. അതിൻ്റെ ഇടയിൽ നമ്മളെ കിച്ചപ്പൻ്റെ ഒരു കുഞ്ഞു ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വൈശാഖേട്ടൻ്റെ പകർത്തിയെടുപ്പാണ് കേട്ടോ, വീഡിയോസൊക്കെ എടുക്കുന്ന വൈശാഖേട്ടനാണ്. അപ്പോൾ അങ്ങനെ തുമ്പമ്മ അതാ നൈസായിട്ട് ഇറങ്ങി ഓടിയിട്ടുണ്ട് എന്തിന് കിച്ചുവിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ ഉറങ്ങുകയാണല്ലോ, ഇപ്പം മറ്റാളുണ്ടല്ലോ, ഇനി ഓൻ ഉറങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വെച്ചിട്ടേക്കും കുട്ടി ഷിഫ്റ്റ് ഡ്യൂട്ടി എടുക്കാൻ തോന്നുന്നു. കിച്ചുട്ടൻ്റെ ചിരി ഉണ്ടല്ലോ, അത് നേഴ്സൊക്കെ അവിടുന്ന് NIC എന്ന് പറഞ്ഞ കേട്ടോ, ചിരിയാണ് സാറേ അവൻ്റെ മെയിൻ സംഭവം. മൂപ്പര് ഭയങ്കര ചിരിയാണ്, നമ്മളെ ചിരിച്ചു വായിക്കും. അപ്പൂന് ഈ കാര്യം ഭയങ്കര ഇഷ്ടമാണ്, ഉറങ്ങണ കുട്ടികളെ സ്നേഹിക്കുക. അത് കിച്ചുവിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണ്. അല്ലും തുമ്പി ചെറുതായപ്പോൾ ഒക്കെ അങ്ങനെയായിരുന്നേ. നമ്മൾ ഉറക്കി ഇവിടെ കൊണ്ടുപോയി കിടത്താനിടയില്ല, മൂപ്പര് വന്ന് സ്നേഹിച്ച് എണീപ്പിക്കും അങ്ങോട്ട് കേട്ടോ. അല്ലുവിൻ്റെ ഹെയർ സ്റ്റൈൽ അപ്പൂന് തീരെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താണ് ഇവൻ്റെ ഹെയർ സ്റ്റൈൽ, അതൊന്ന് മാറ്റിക്കൂടെ, ഇതെന്ത് കോലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ പോയി അവൻ്റെ ഹെയറൊക്കെ കട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവന് മിറ്റൻസും ബൂട്ടീസൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം അവിടെ കുറച്ചൊരു ടെമ്പറേച്ചറിലൊക്കെ കിടന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ പൊതിഞ്ഞ് വേണമല്ലോ കിടത്താൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും തുമ്പിച്ചേച്ചി ഇതാ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഗൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുക, എലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ മുറുകുമോ എന്നൊരു ടെൻഷനും ഉണ്ട്. അപ്പോൾ അത് ഇട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കാതെ ഈ ടൈപ്പ് ഓഫ്, അതായത് കുഞ്ഞ് എലാസ്റ്റിക് ഉള്ള സാധനമല്ലേ, അത് വാങ്ങിക്കാതെ കുറച്ച് വൈഡായിട്ട് ഉള്ളത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ കുട്ടികൾക്ക് എന്ന്. കാരണം നമ്മളിത് കുറേ വാങ്ങിച്ചിട്ട് ഇട്ട് കഴിഞ്ഞപ്പം ഒരു കംഫർട്ടില്ലാത്ത പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞ് പഴിച്ച് കളയുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് വേറെ എടുത്തിടുകയാണ് ചെയ്തത്. തുമ്പമ്മേനെ എന്തായാലും അങ്കനവാടിയിൽ വിടേണ്ടി വരും എന്നുള്ളത് ഏകദേശം ധാരണയായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, മുപ്പത്തി കാര്യമായിട്ട് കുട്ടീനെ നോക്കാൻ വന്നിട്ടുണ്ട്. കുട്ടിക്ക് സോക്സ് ഇട്ട് കൊടുക്കുന്നു. ഞാൻ സോക്സ് ഇട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ മിറ്റൻസ് ഉണ്ടല്ലോ അതൊക്കെ പോക്കറ്റിലാക്കി നിൽക്കുകയാണ് മുപ്പത്തി. അങ്ങനെ എന്താ പറയുക, അത്യാവശ്യത്തിന് കുറുമ്പത്തരമൊക്കെ കാണിച്ചുകൊണ്ടാണ് തുമ്പി ചേച്ചി ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ചെക്കനെ വിട്ടൊരു കളിയില്ല കേട്ടോ. ചെക്കന് പാല് കൊടുക്കും, ചെക്കനെ കുളിപ്പിക്കും എന്നൊക്കെ പറയുന്നത്, തിന്നാനൊന്നും കൊടുക്കൂലായിരിക്കും. അപ്പോൾ എന്തായാലും ഓളെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലായി. നമ്മളൊരു സെക്യൂരിറ്റീനായിട്ട് നിർത്തേണ്ടി വരും ചെക്കൻ്റെ അടുത്തിട്ടാണ്. പിന്നെ അവിടെ നിന്നിട്ടാന്ന് തോന്നുന്നു കുട്ടി ചോന്നയിടത്ത് ഫാമിലി എന്നാണ് ഞങ്ങൾ പൊതുവേ വൈശാട്ടിൻ്റെ ഫാമിലീനെ പറയാറ്. കാരണം വൈശാട്ടിന് ദേഷ്യം വന്നിട്ട് മൂക്കും ജീവിയൊക്കെ ചോക്കും. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിഷായിട്ട് വരും ആ ഭാഗം. അതുപോലെ തന്നെയാണ് തുമ്പമ്മയും അല്ലുട്ടനും ഒക്കെ. എന്നുവെച്ചാൽ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോന്നയിടത്ത് ഫാമിലി, പുറത്ത് വെയിൽ കൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ചോക്കും. അങ്ങനത്തെ ഒരു ചുവപ്പ് ഫാമിലി. അതിലേക്കാണ് നമ്മുടെ സുട്ടുമണിയും വന്നിട്ടുള്ളത്. ഇതിന് സുട്ടുമണി എന്ന് വിളിക്കേണ്ട. അവനെ ഇടാൻ പറ്റുന്ന എന്തെങ്കിലും നിക്ക് നെയിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഇതാ മറ്റേ ബാഹുബലി കട്ടപ്പ മാമ അതില്ലേ, ആ ടൈപ്പാണ് ഇത്. കണ്ടോ, അയ്യോ കണ്ടോ, തലേൻ്റെ മുകളിൽ തൊടരുത് പറഞ്ഞാലും അല്ലൂസിന് അവിടേക്കൊരു വല്ലാത്തൊരിതാ. ഹേസു മുട്ടയടിച്ച് വന്നപ്പോൾ അങ്ങനെയായിരുന്നേ. ഹേസുവിൻ്റെ തലയിൽ ഇങ്ങനെ ഉഴിഞ്ഞുകൊണ്ടേനെയോ ഉണ്ടായിന്. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചുട്ടൻ വന്നപ്പോൾ അവൻ്റെ തലയിൽ, ഇവൻ വന്നപ്പോൾ തലയിൽ, അങ്ങനെയാണ്. മൂപ്പര് നല്ല ഉറക്കാണ് കേട്ടോ. മാമനെങ്കിൽ മാമൻ, അച്ഛനെങ്കിൽ അച്ഛൻ, ആര് വേണേലും എടുത്തോ, ഞാൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നുണ്ട്. രാത്രി എന്താവും എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെ അതിനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ. ഇത് അല്ലു തന്നെയാടി എന്ന് തന്നെ പറയുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാമനവൻ ചിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ചിരിച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഓട്ടക്കണ്ണിട്ടിട്ട് ഒരു കണ്ണിട്ടിട്ട് കണ്ണുറന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. പോയി ചവിട്ടണ്ടേ, വേണ്ടേ? കണ്ണ് തുറന്ന് നോക്കണം, മാമന് കണ്ണ് നോക്കണം. കുറച്ച് നേരമായിട്ട് തുമ്പി ചേച്ചി എവിടെയാന്നുള്ളത് നിങ്ങൾ നോക്കുന്നുണ്ടാവില്ലേ. തുമ്പി ചേച്ചി കിച്ചുട്ടൻ്റെ അടുത്ത് ഭയങ്കര ബിസിയാണ് കേട്ടോ. കിച്ചുട്ടനെ ഡ്രസ്സ് മാറ്റിക്കുന്നത്, ഓൻ്റെ ഓരോ കാര്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. ഇവിടെയാണെങ്കിൽ ഞാൻ അപ്പൂനും അല്ലുട്ടനൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കൊടുത്തിട്ടാ. ബോയ്സ് ഗ്യാങ് ആണല്ലോ, ബോയ്സ് ഗ്യാങ്. അപ്പോൾ അങ്ങനെ പിന്നെ അതാ 4 പേരും നമ്മുടെ 4 പേരക്കുട്ടികൾ അങ്ങനെ വേണം പറയാം അല്ലേ. അപ്പോൾ 3 ആങ്ങളമാർക്കൊരു പെങ്ങൾ എന്ന് ആലോചിച്ചൊക്കെ തുമ്പമ്മ. അപ്പോൾ ഇതാ 2 ആളെ അവിടെ കിടത്തി വരും നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ്.
ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഞാൻ ഒരിക്കലും എന്താ പറയുക പ്രതീക്ഷിച്ചില്ലല്ലോ കിച്ചുട്ടൻ ഈ സമയത്ത് വരുന്നു, മോനെ കാണുന്നു, അല്ലെ അപ്പു ആര്യം വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഓരും കൂടെ വന്നപ്പം ഒരുപാട് സന്തോഷം. അയ്യോ പാച്ചനും ഉഷമ്മയും കല്യാണി ഹേസും അശ്വിനിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ സെറ്റായനെ. ഒരാരും ഇല്ല, അപ്പോൾ അത് ഒരു സങ്കടമായി ഗൈസ്. ഓരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക ഒന്ന് കംപ്ലീറ്റ് ആയനെ ഫ്രെയിം. കട്ടയ്ക്ക് എന്തായാലും കാണാൻ പറ്റില്ല. കട്ട ശ്രമിച്ചിരുന്നു കേട്ടോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, പക്ഷെ അതൊന്നും നടന്നില്ല. ഏട്ടൻ ഇത് അനിയനെ കെട്ടി പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നത് കണ്ട. ബോയ്സ് ഗ്യാങ് അങ്ങനെ ഉണ്ട് ഗൈസ്. എന്താ അല്ലേ അമ്മ പറയുന്ന മറ്റേ കൃഷ്ണമണി, അമ്മ പറയുന്ന മറ്റേ കൃഷ്ണമണി. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അമ്മ കിച്ചൂട്ടിൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചായക്കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ അവർ കുറച്ച് കഴിയുമ്പം അച്ഛൻ്റെ അടുത്ത് ഒന്നുകൂടെ പോകണമെന്ന് പറയുന്നുണ്ട്. അവിടെ വലിയച്ഛൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാവേനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട്, ശ്രീതു അവിടെ ഉണ്ട്, അപ്പോൾ ഓളെ കാണിച്ചു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഇവർ പോകണത്രേ. അതിൻ്റെ ഇടയ്ക്ക് തുമ്പമ്മ അവിടെ കാര്യമായിട്ടുള്ള വ്ളോഗ് എടുക്കലാണേ. ഇതിപ്പോൾ എന്താ അറിയോ, കുട്ടി ഓരോരോ പോസ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങോട്ട് ശരി, ഇങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിച്ചൻ വീഡിയോ കോൾ ചെയ്ത് ചെറുതിനെ കണ്ടപ്പോൾ, ഉണ്ണിച്ചനൊക്കെ ആദ്യം കണ്ടപ്പം കുറച്ചുകൂടെ തടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജനിച്ച പാടും ഉള്ള ഒരു വെയിറ്റ് ഒന്നും ആയിരിക്കുമല്ലോ, ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഉണ്ണിച്ചൻ അങ്ങനെ ചോദിക്കുക കേട്ടോ, മെലിഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പു ആര്യം കൂടെ തിരിച്ച് അങ്ങടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഉണ്ട് കട്ട വിളിച്ച്, കട്ടയ്ക്ക് ഞാൻ വാവേനെ കാണിച്ചു കൊടുത്ത്. അച്ഛൻ അവിടെയാണുള്ളത്, കല്യാണിയുടെ വീട്ടിലായിട്ടുള്ളത്. വാച്ചച്ച അപ്പം എന്നോട് വീഡിയോ കോൾ ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നേരിട്ട് കണ്ടാൽ മതി. ഇവിടെ കാണാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് കണ്ടിട്ട് കാണുന്ന ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് കാണണം, അതുകൊണ്ട് അങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ സമ്മതിച്ചില്ല കേട്ടോ. കട്ട പിന്നെ എന്തായാലും ഓനിപ്പോൾ നേരിട്ട് വന്ന് കാണാൻ കഴിയില്ല, അതുകൊണ്ട് ഓനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്ത്. അങ്ങനെ കട്ട കണ്ട് അങ്ങനെ കുട്ടിയുടെ ചെറിയച്ഛൻ കുട്ടീനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതല്ലെങ്കിലും കട്ടയ്ക്കും അല്ലൂസിനെയും തുമ്പീനെയും ചെറുതിനെയും ഒന്നും ഫസ്റ്റേ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അല്ലൂസിന് എനിക്ക് തോന്നുന്നു 2 മാസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു കട്ട കണ്ടത്. അത് കഴിഞ്ഞ് തുമ്പീനെയാണെങ്കിലും ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴാണ് കണ്ടത്. കട്ടേൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അവൻ ലീവിന് വന്നപ്പോഴാണ് തുമ്പിനെ കാണും. അവനവൻ്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്ത കേട്ടോ ചെറുതിനെ. അപ്പോൾ ഇവനെയും ഇപ്പം ഇനി അടുത്ത ലീവ് ഓഗസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏകദേശം ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ഇവനെയും കാണുക. ഹേസുവിനെ മാത്രമേ ലൈവായിട്ട് പ്രസവിച്ച പാടും കണ്ടിട്ടുള്ളൂ. വൈശാട്ടൻ ഇപ്പോൾ ചെറുതിനെ മാത്രമേ കണ്ടുള്ളൂ. വൈശാട്ടൻ ഹേസുവിനെയോ ഇവരെ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ കല്യാണിയാണെങ്കിലും വീഡിയോ കോളിലൂടെയൊക്കെ മിക്കവാറും കാണുവോളം അവിടെയാണല്ലോ ഉള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രാഡിലേക്ക് നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വാവനെ അവിടെ കിടത്തിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. കാരണം അല്ലും തുമ്പി എപ്പോഴെങ്കിലും വന്നിട്ടൊരു ഉഷാറിന് ആട്ടിയാലോ എന്നൊരു പേടിയുണ്ട്. എന്നാലും അവിടെ കുറച്ച് നേരം കിടത്തിയവനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചച്ഛൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഓനെ കാണാതെ അവിടെ ഇരിപ്പ് മുറുകായിട്ട് വീട്ടിലെത്തിയ പാടും അച്ഛൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ അച്ഛൻ കുട്ടീനെ കാണുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെക്കനാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. എന്നാലും അച്ഛൻ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് കുട്ടീൻ്റെ അടുത്ത്. അച്ഛൻ ഇപ്പോഴും ഇത് മോനാന്ന് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അച്ഛൻ മോളാന്നുള്ളത് കൺഫേം ആക്കി മൈൻഡിൽ അത്രയും കൺഫേം ആക്കിയോണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മോളേന്നാണ് വിളിച്ചു പോകണം. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കും അച്ഛാ മോളല്ല മോനാണ്, അപ്പോഴാണ് ഓർമ്മ വരിക. ചെക്കൻ നല്ല ഉറക്കത്തിലാണ്. അച്ഛനോ മാമനോ ആരെങ്കിലും വന്ന് നോക്കിക്കോളി, ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ ഉറങ്ങുകയാണ്. പക്ഷെ രാത്രി ഇതുപോലെ തന്നെ ഉറങ്ങിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എൻ്റെ പണി എന്താവും എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ അവൻ ഉറങ്ങട്ടെ. അച്ഛൻ കാര്യമായിട്ട് നോക്കിയേക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ ഞാൻ പറഞ്ഞ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനോ എന്നാണ് എന്നോട് ചോദിച്ചത്. പക്ഷെ എന്നാലും അച്ഛൻ കുട്ടികളെ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കല്യാണീനെ വിളിച്ച്, അപ്പോൾ കല്യാണി വിളിച്ച് കണ്ടിട്ടോ ചെറുതിനെ. അപ്പോൾ അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതാണ് അവളെ ഭാവത്തിലുള്ളത് കേട്ടോ. അതായത് ഓളെ അവിടെ നിന്ന് വന്നിട്ട് വീട്ടിൽ കയറിയുന്നതിന് മുമ്പേ അച്ഛൻ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോൾ വീട്ടിലേക്ക് പോയി അയ്യോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫുഡ് കൊടുത്തേക്കേനു എന്നൊക്കെ കഥ പറയണോള്.
അങ്ങനെ ഇതാ നമ്മുടെ ചോട്ടേനെ കല്യാണി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും വിചാരിക്കും ഇപ്പോൾ വാവേനെ കാണുമ്പോൾ ചെറിയ എന്താ ഈ എക്സ്പ്രഷൻ ഇടുന്നത്. ഓൾ അച്ഛനെ കണ്ട് ഞെട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോഴാണ് ഓൾ കുഞ്ഞനെ കാണുന്നത്. അപ്പം നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നെറ്റ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എണീക്കേണ്ട വെച്ചിട്ട് അങ്ങനെ ചെറുതിനെ കണ്ടപ്പോൾ ഓളും അതന്നെ പറഞ്ഞു, ഓക്ക് തുമ്പീൻ്റെ ഒരു ഫേസ് കട്ടും കൂടെ മിക്സഡ് ആയിട്ടാണ് തോന്നുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും പിന്നെ ഷീബമ്മ വന്ന്, പിന്നെ തുഷാരേച്ചി വന്ന്, അച്ചമ്മ വന്ന്, അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഓളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന്. അപ്പോൾ എല്ലാവരും വന്ന് വാവേനെ കണ്ടു. മുത്തേ അത് എടുത്തറിഞ്ഞ കുറച്ച് ഞാൻ ചുറ്റോളൂ. വലിയ കൈമാരി എന്നല്ലേ ഞാൻ വിചാരിച്ച് ഈ ഒരു സീനൊന്നും എനിക്ക് കാണാൻ പറ്റൂല, പേടിയായിരിക്കുന്നു. പക്ഷേ ഓൺ പ്രൊഡക്റ്റിന് എടുക്കുമ്പോൾ ഓവർ പേടിയില്ല എന്നാണ് എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. ആടുന്നുണ്ട് ചെന്തെങ്കിൻ്റെ കൊലയാണെങ്കിൽ ആടും, എനിക്ക് അനുഭവമുള്ളതെന്ന് പറഞ്ഞ പോലെയാണ്. ആട്ടത്തിനൊന്നും ഒരു കുറവുമില്ല. ഇനിയിപ്പോൾ എന്താവും എന്നുള്ള അറിയില്ല. ഫുൾ ഡ്യൂട്ടി അങ്ങോട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുട്ടീനെ എടുക്കാനൊന്നും അത്ര പേടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ഡ്യൂട്ടിയും ഒക്കെ കൊടുക്കാമല്ലോ. ഇതൊക്കെ കേട്ട് ഏട്ടൻ അപ്പുറം തന്നെ കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഏട്ടൻ ഇത് പാട്ട് പാടാമെന്ന് വിചാരിക്കരുത് കേട്ടോ, എന്തൊക്കെയോ പറയുകയാണേ കണ്ടോ. എവിടെയോ ഒരു കിളിയൊക്കെ പാറിക്കുന്നു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും. ഞാൻ വിചാരിച്ചു എനിക്കാണ് പാറുന്നത്, പക്ഷേ ഏട്ടനാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഏട്ടൻ കുഞ്ഞാവിനൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന പുട്ടും പാർട്സിൻ്റെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വിചാരിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഇനി മെല്ലെ ഉറങ്ങണം എന്നുള്ള പ്ലാനിലാണ്. പക്ഷേ ഈ സെങ്ങായിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇന്ന് നമുക്കറിയാം. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഉറക്കിയട കിടത്തും, എന്നിട്ട് ഇച്ചിരി ആകുമ്പോഴത്തേക്കും മൂപ്പിലങ്ങനെ എണീറ്റ് വരും. എൻ്റെ തുമ്പമ്മയ്ക്ക് ചെറുതായിട്ട് കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അമ്മേൻ്റെ കൂടെ ഞാനാണ്. ഇത്രയും ദിവസമൊക്കെ ഓൾ അമ്മമ്മ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് അമ്മേൻ്റെ കൂടെ ഞാനാന്നൊക്കെ ഒന്ന് കിടന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗം എണീറ്റ് പോയിട്ടാണ്. ഞാനും അമ്മേൻ്റെ അടുത്ത് തന്നെയാന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഏട്ടൻ രാത്രി ഇപ്പോൾ സോക്സൊക്കെ ഇട്ടെന്ന് ഇതാ ചെറുതിനെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കിടത്തി ഞങ്ങൾ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഉറങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. ബായ്.